Look guys. Look guys, welcome to Golden Family. Yeah. ട്രിപ്പ് പോവാണ് ഊട്ടിക്ക്. ആരൊക്കെ പോകുന്നത്? ഞാൻ വിദ്യാട്ടൻ, ബാക്കിലൊരാൾ നല്ല ഉറക്കാണ്. ബാക്കിലൊരാൾ നല്ല ഉറക്കാണ്. ഞാൻ കാണിച്ചു തരാം. ബാക്കത്താളെ കാണിച്ചു തരാം. ആരാന്ന് കാണിച്ചു തരാം. സ്നേഹ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിക്കുകയാണ്. ആര്യാസോടിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നാണ്. നമ്മൾ സ്നേഹമുണ്ട്. സുഖം ഉറക്കം കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ദോശയൊക്കെ കഴിച്ച് നേരെ ഊട്ടി. എന്തൊരു ആണോ? ഫോറസ്റ്റ് ഉണ്ട്. അല്ല ഇതിന്റെ ഫോറസ്റ്റിനുള്ളിൽ വിടുക. അത് ഡേഞ്ചറാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഉണ്ട്, ചോരുണ്ട്. മാച്ചിക്ക് വഴി അറിയാത്തോണ്ട് നിന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് നീ പൊട്ടത് അല്ലേ? ഊട്ടിയിൽ ഫോറസ്റ്റ് ഉണ്ടോ നമുക്ക് കാണാല്ലേ? നമ്മള് താമരശ്ശേരിയോ അത് അങ്ങനെയല്ല പോകുന്നത് അല്ലേ? താമരശ്ശേരി വയനാടല്ലേ? വയനാട് വഴി ഊട്ടി പോകാൻ പറ്റില്ലേ? നമ്മളന്ന് വീട്ടിൽ നിന്ന് പോയപ്പോ ഒക്കെ താമരശ്ശേരി വഴിയല്ലേ പോയേ? അതെ. പിന്നെ വരുമ്പോ നമ്മൾ ഈ വഴി വന്ന് അത് വേറെ വഴിയല്ലേ അല്ലേ? അത് അങ്ങനെയാ? മലപ്പുറം വഴി നിലമ്പൂര് വഴിയാ? നിലമ്പൂര് വഴി അങ്ങനെ. അത് കാണാൻ നല്ല ഫോറസ്റ്റും സന്തോഷം. മാഗിക്ക് സന്തോഷം. ഫുഡ് വന്നപ്പോൾ എൻ്റെ റോസ്റ്റ് വന്നു. സ്നേഹ തൊപ്പിയോ ഗീ റോസ്റ്റ്. ഇപ്പം ഭക്ഷണം കഴിച്ച നമ്മള് നേരെ ഊട്ടിക്ക് പോവുകയാണ്. ഓക്കെ, സെറ്റ്. സ്നേഹ സെറ്റായി ഉറക്കം കഴിഞ്ഞിട്ട്. നമുക്ക് വണ്ടി എടുക്കാൻ നേരെ പോവാം. പെട്രോൾ അടിച്ചിട്ട് നേരെ വിടാൻ പറ്റും. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം കഴിഞ്ഞ് കോത്തഗിരി റോഡിൽ കയറി. ഫോറസ്റ്റ് ആണ്. അതെ, കുറച്ചേരം ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് മൊത്തം കാടുമാണ്. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. ഇപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു. നമ്മളിനി നേരെ ഏകദേശം ബാക്കിലൊക്കെ തേയിലത്തോട്ടം കാണാൻ തുടങ്ങി. ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 11 മണിയായിട്ടുള്ളൂ. നല്ല മേഘം മൂടിയിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല. അതൊരു ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ കഴിക്കാൻ തുടങ്ങി. വർത്തനമാണ് ഇവിടെ. ടേസ്റ്റ് ഉണ്ടോ? ഹെവി ടേസ്റ്റ് എന്ന് പറയണ മേഘ പറയണം. സൂപ്പർ ആയിട്ട് പറയണം. മാഗി ആവണുള്ളൂ അല്ലേ? മാഗി വന്നിട്ടുണ്ട്. മാഗിയുണ്ട്. ഓംലേറ്റ് കഴിഞ്ഞിട്ടോ. ഞങ്ങൾ അടുത്ത് 12 കാട ഫ്രൈ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലേ മേഘേ? അതെ. കാട ഫ്രൈ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാക്കിയോ മേഘേ? ആക്ഷൻ. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. സൂപ്പറായിട്ടുണ്ട്. ബാക്കി രാവിലെ ഒന്ന് കാണിച്ചു തരാം. നല്ല സ്പോട്ടാണ്. ഓക്കെ. ഇത് വുഡ് ഹൗസ് ആണ് കേട്ടോ. ഇത് ബുള്ളറ്റ്, ഒരു ബൈക്ക് പ്രാന്തൻ്റെ
അടിപൊളിയുണ്ട്, സൂപ്പറായിട്ട്. നമ്മൾ റൂമിൻ്റെ അവിടെയുള്ള സ്ഥലം കേട്ടോ. നമുക്ക് വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന സ്ഥലം സൂപ്പറാണ്. നോക്കിയൊക്കെ എന്ത് രസമാണ് നോക്കിയൊക്കെ. ഇതാ മേഘ ഫുൾ ഡാൻസാണ് അവിടെ. എന്തൊക്കെ കാണിക്കണ്ട് മേഘ. അതാ അത് ഫുൾ വൈബ്രാണ്. അതാ വൈബ്രാണ്. നമ്മളപ്പോൾ അങ്ങനെ ഹങ്കർ ഫോർട്ടിലേക്ക് എത്തി. ഒരു വൈറലായ ആ സ്ഥലം ഉണ്ടല്ലോ, ഒരു വീട് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ, അവിടേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല റിസ്ക്കാണ് ഇതിന് വരെ. ടിക്കറ്റ് എടുക്കട്ടെ. അല്ല മേഘ, നമ്മൾ ടിക്കറ്റ് എടുത്തു. എത്രയാണ് ഒരാൾക്ക് ടിക്കറ്റ് പറഞ്ഞു കൊടുക്കും മേഘ? 100 രൂപ ഒരാൾക്ക്. 50 രൂപ ഉണ്ടാകുന്നുള്ളൂ, 100 രൂപയ്ക്ക് ആൾ. ഇതാണ് സ്ഥലപ്രദേശം. നമുക്ക് ഉള്ളിലേക്ക് ഇറക്കാവാ. നല്ല സൂപ്പറായിട്ട് കേട്ടോ. ഒരു അമ്പലമുണ്ട്. അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ വന്നിരുന്ന സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. നല്ല തണുപ്പും കിടുകിടാൻ തണുപ്പും സ്ഥലം. ഇതാണ് സ്ഥലം. ഇതുണ്ടോ വീട്. എങ്ങനെയുണ്ട് സ്ഥലം നോക്കിയിട്ട് തന്നെ പറയും. എന്ത് രസം അറിയാം കാണാൻ. എന്ത് രസം പറഞ്ഞാൽ അത്ര രസമുണ്ട്. നല്ല അടിപൊളി ബ്യൂട്ടി ഒക്കെ. ഇതൊരു പാലം. ഇപ്പോൾ കുറച്ച് ടാസ്കുള്ള വഴി. ചെറിയൊരു പാലം. പാലത്തിൻ്റെ മേലെ കയറി കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് ചാടിക്കറോ. ഇതൊരു വൈബല്ലേ അല്ലേ? അപ്പുറത്ത് കൂടെയും പോകണ്ടോ, അവിടെ കൂടെയും പോവാം. പക്ഷെ നമുക്ക് ഇതിന് വരുന്ന ഒരു വൈബല്ലേ. താഴെ വീട് വേഗം പേടിച്ചിട്ട് നോക്കി വരണം. എന്ത് രസമാണ്. അടിപൊളിയുണ്ട് കേട്ടോ. ഇവിടുന്ന് സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോയ്ക്കും വീഡിയോ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. 100 രൂപ കൊടുത്താലും എന്താ മുതലായിണ്ടല്ലേ മേഘേ. മേഘ ഫോട്ടോയ്ക്ക് പോസ്. മേഘസ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു പണ്ട്. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തേക്ക് പോവാം. തേയിലത്തോട്ടത്തിന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ ഈ വീടിൻ്റെ ബാക്കായിട്ട്. ഇതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു പണ്ട്. പിന്നെ അത് കച്ചവടമില്ലാത്തതുകൊണ്ട് പിന്നെ കഴിഞ്ഞ കൊല്ലാണ് ഇത് മെയിനായിട്ട് വൈറലായത് ഈ സ്ഥലം. നല്ല സൂര്യാസ്തമയൊക്കെയുണ്ട്. ഭദ്രകാളി മേഘയുടെ കൺമഷി മൊത്തം പരന്നു. മേഘയുടെ കൺമഷി മൊത്തം പരന്നു. കുഴപ്പമില്ല, പക്ഷെ അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മളിനി ഇരുട്ടായി, ഏകദേശം നല്ല ഇരുട്ടായി. നമുക്ക് റൂമിൽ പോവാം. ഇന്നിപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഊട്ടിയിൽ വന്നവർ ഈ സ്ഥലത്തേക്ക് വരാൻ ഒരിക്കലും മറക്കണ്ട. നല്ലൊരു സ്ഥലമാണ്. പക്ഷെ വരാൻ കുറച്ച് ടാസ്ക്കാണ്. ഗൂഗിൾ മാപ്പ് എന്നിട്ടൊന്നും വരരുത്. വഴി തെറ്റി ഇതാക്കും. കാണാൻ പറ്റിയ സ്ഥലവും നല്ല അടിപൊളി വീഡിയോ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. ഓക്കെ, തണുപ്പ് കൂടി വരുന്നുണ്ട്. ഇരുട്ടായി, ഏകദേശം ഇരുട്ടായി, നല്ല ഇരുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് അങ്ങനെ പോകണം. ഇവിടെ ഒരു കുഴി കാണാനുണ്ട്. എന്താ കുഴിയാണെന്ന് അറിയണില്ല. എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. റെസ്റ്റോറൻറ്റ്, ഹങ്കർ ഫോർട്ട് റെസ്റ്റോറൻറ്റ്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലം. പക്ഷേ ആകെ ഡാമേജ് ആട്ടോ. ഇതൊക്കെ നോക്കി നോക്ക്, ആകെ പ്രശ്നമാണ്. ഉള്ളിൽ പോകും, നോക്കി പോകണം. അയ്യോ പേടിയാവണം. ഇതാണ് സ്ഥലം. ഓ അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല തണുപ്പാവാൻ തുടങ്ങി. നല്ല തണുപ്പ്. ഹങ്കർഫോർഡ് നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ്. നമ്മളിന്ന് ഊട്ടി ടൗണിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വരും. ഓക്കെ, ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. Head over heels for that someone. Head for the hills for nothing. Running scared, screaming at the top of my lungs. In my many minds, my heart doesn't always agree. What I'm thinking inside, think about it. Your gut can lie. And when you're hungry, but it hurts to eat. Do you actually?